ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 22, 23, 24 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓഗസ്റ്റ് 23 പ്രത്യേകത ദേശീയ ബഹിരാകാശ ദിനം. 2024 ഓഗസ്റ്റിൽ ഇന്ത്യയുമായി ആയുർവേദത്തിൽ സഹകരണത്തിന് ധാരണാപത്രത്തിൽ ഒപ്പുവച്ച രാജ്യം മലേഷ്യ. 45 വർഷത്തിനു ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 1979 മൊറാർജി ദേശായിയാണ് പോളണ്ട് സന്ദർശിച്ചത്. പോളണ്ട് പ്രസിഡന്റ് ആന്ദ്രേയി ഡ്യൂഡെ. 2024 ഓഗസ്റ്റിൽ ലോകായുക്തയായി സ്ഥാനമേറ്റത് ജസ്റ്റിസ് എൻ അനിൽകുമാർ. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറും പ്രമുഖ ശാസ്ത്ര സാഹിത്യകാരനുമായ വ്യക്തി ടി.കെ. കൊച്ചുനാരായണൻ. നടൻ സത്യന്റെ ജീവിതത്തെ ആധാരമാക്കി മാധ്യമപ്രവർത്തകൻ രാജീവ് ശിവശങ്കർ എഴുതിയ നോവൽ സത്യം. രജിസ്ട്രേഷൻ, അളവ്, പോക്കുവരവ് എല്ലാം വീട്ടിലിരുന്ന് ചെയ്യാനായി ഒറ്റ പോർട്ടൽ ഭൂമി. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് ശാരദാ മുരളീധരൻ. ഗ്ലോബൽ ഫിനാൻസ് മാഗസിന്റെ 2024 ഗ്ലോബൽ ഫിനാൻസ് സെൻട്രൽ ബാങ്കർ റിപ്പോർട്ടിൽ മികച്ച കേന്ദ്ര ബാങ്ക് തലവനായി ശക്തികാന്ത ദാസ് തെരഞ്ഞെടുക്കപ്പെട്ടു. ഏഷ്യയിലെ സമ്പന്ന ഗ്രാമം എന്ന പദവി സ്വന്തമാക്കിയ മതാപൂർ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. കേരള രേഖകൾ ഡിജിറ്റലൈസ് ചെയ്ത് സംരക്ഷിക്കുന്ന ഗ്രന്ഥപുര എന്ന സന്നദ്ധ സംഘടനയുടെ സംസ്ഥാനത്തെ ആദ്യ കേന്ദ്രം നിലവിൽ വരുന്നത് തിരുവനന്തപുരം. 2024 ഓഗസ്റ്റിൽ സ്ഫോടനമുണ്ടായ റൈക്യനാസ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഐസ്ലാൻഡ്. അംബിക സുധൻ മങ്ങാടിന്റെ പുതിയ നോവൽ അലോഹലൻ. ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള സ്കൈ ഡക്ക് നിലവിൽ വരുന്നത് ബാംഗ്ലൂർ. മരിച്ചു മമ ബാല്യം എന്ന കവിതാ സമാഹാരം രചിച്ചത് എം.ജി.എസ്. നാരായണൻ. മധ്യപ്രദേശ് സർക്കാരിന്റെ ലതാ മങ്കേഷ്കർ പുരസ്കാര ജേതാക്കൾ കെ.എസ്. ചിത്ര, ഉത്തം സിംഗ്. മഹാരാഷ്ട്രയിലെ ആദ്യ സോളാർ ഗ്രാമം മന്യാച്ചിവാടി. കേരളത്തിലെ രണ്ടാമത്തെ ഗുരുദ്വാര നിലവിൽ വരുന്നത് കരമന. ആദ്യത്തെ ഗുരുദ്വാര തേവര. ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് ലഭിക്കുന്നതിനായി കേരള സർവകലാശാല വികസിപ്പിക്കുന്ന ആപ്പ് സ്ലിപ്പ് കെ. കേരള സംഗീത നാടക അക്കാദമിയുടെ 2023-24 മികച്ച നാടക സംബന്ധിയായ ഗ്രന്ഥത്തിനുള്ള അവാർഡ് ലഭിച്ചത് ബൈജു ചന്ദ്രൻ. രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ പ്രഖ്യാപിച്ച പദ്ധതി നശാമുക്ത് ഭാരത് അഭിയാൻ. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം റേഷൻ കടകൾക്ക് നൽകുന്ന പുതിയ പേര് ജൻ പോഷൺ കേന്ദ്രം. ഇതുപോലുള്ള വീഡിയോകൾക്കായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു.